ആരാണ് ഞാൻ? ആരെങ്കിലും ഈ ചോദ്യം സ്വയം ചോദിച്ചുവോ? ഈ ഒരു ചോദ്യം ആരിൽ നിന്നും ഉണ്ടാവുന്നുവോ അദ്ദേഹം സാക്ഷാത്കാരത്തിന്റെ ആദ്യ ചുവട് വയ്ക്കുന്നു. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നോ? ഇനി നാളെയും ഉണ്ടാകുമോ? അതോ ഈ ശരീരം ഭൂമിയിൽ വീഴുന്നത് വരെ മാത്രമാണോ ഞാൻ? എങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും സുഖങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാം അനുഭവിക്കുന്നത്? എന്തിനാണ് കരുണ, സ്നേഹം, പ്രണയം തുടങ്ങിയ വിചാരങ്ങളിൽ കിടന്നുഴലുന്നത്? മനസ്സ്, ആത്മാവ് എന്നതൊന്നും ഇല്ലെങ്കിൽ പക്ഷിമൃഗാദികൾ പോലെ ജീവിച്ചു മരിച്ചാൽ പോരെ? അവർക്കുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഇത് കേവലം മനുഷ്യന്റെ പ്രശ്നം മാത്രമല്ല. ഇതിലൂടെയാണ് പ്രപഞ്ചരഹസ്യങ്ങളെ അന്വേഷിച്ച് മനുഷ്യന്റെ യാത്ര തുടങ്ങുന്നത്. അതായത് സത്യത്തെ അന്വേഷിക്കുന്ന യാത്ര. ഈ യാത്ര ശരിയായ വഴിയിലൂടെയല്ല നമ്മളെ നയിക്കുന്നതെങ്കിൽ അവിടെ മനസ്സിൽ ശൂന്യമായ ഒരവസ്ഥ സംഭവിക്കും. അത് ആത്മഹത്യ, മയക്കുമരുന്ന്, കുത്തഴിഞ്ഞ ജീവിതം തുടങ്ങിയവയിലേക്ക് മനുഷ്യനെ എത്തിക്കും. വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. അതിനാണ് നമ്മൾ ആത്മീയ ക്ലാസുകൾ, അത്തരം പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. ഈശ്വരനെ ഒഴികെ മറ്റൊന്നും വേണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള 20 പേർ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്ന് 1895 വിവേകാനന്ദൻ ഇംഗ്ലണ്ടിൽ വെച്ച് പ്രസംഗിച്ചത്. അതായത് ത്യജിക്കാൻ കഴിവുള്ളവന് മാത്രമേ അതിലും അമൂല്യമായത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എത്ര പേർക്കുണ്ടാവും ഇന്നത്തെ കാലത്ത് ഈ ധൈര്യം? മനസ്സ് ഊർജത്തിൻ്റെയും ബുദ്ധിയുടെയും ബഹിർഗമനമാണ്. അതിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. ഇവിടെയാണ് പുനർജന്മത്തെപ്പറ്റി അറിയേണ്ടത്. ഇതൊരു സങ്കല്പം മാത്രമല്ല. ലോകമെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞർ പാസ്റ്റ് ലൈഫ് റിപ്രഷൻ തെറാപ്പി ഒരു ചികിത്സാ രീതിയെ അംഗീകരിക്കുന്നു. ജന്മാന്തരങ്ങളായി നാം ശേഖരിച്ചു വെക്കുന്ന വാസനകളും ഓർമ്മകളുമാണ് നമ്മുടെ ഇപ്പോഴത്തെ വ്യക്തിത്വമായി തീർന്നത്. ചില സമയങ്ങളിൽ ചില ആളുകളെയും സ്ഥലങ്ങളെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, മുമ്പ് എവിടെയോ ഇവരെയൊക്കെ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന്? ഇതൊക്കെ പല ജന്മങ്ങളിലായി നമ്മളുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും അത് സദാ നമ്മോടൊപ്പമുണ്ട്. നമ്മൾ നല്ലതും ചീത്തയുമായ പല അനുഭവങ്ങളിലൂടെയും കടന്നു വരുന്നതും അതുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ തീർച്ചയായും ആ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അവർ നമുക്ക് തിരിച്ചു തരാനായി വന്നിരിക്കും. അച്ഛനോ അമ്മയോ സഹോദരനോ സുഹൃത്തോ ഭർത്താവോ ഭാര്യയോ കാമുകനോ കാമുകിയോ ഒക്കെ ആയിട്ട് വരും. കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ ഭാവി ജന്മങ്ങൾ നമുക്ക് അനുകൂലമാക്കി എടുക്കാമല്ലോ. അതിനാണ് ദൈവചിന്തയോടെ നമുക്കും മറ്റുള്ളവർക്കും നന്മ വരുന്ന കാര്യങ്ങൾ, ആരെയും ചതിക്കാതെയും വേദനിപ്പിക്കാതെയും ജീവിക്കാൻ പഠിക്കാം. അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഇത്തരം ആത്മീയ ചാനലുകൾ ശ്രദ്ധിക്കുക, സത്സംഗങ്ങളിൽ ചേരുക എന്നതൊക്കെ. കർമ്മ ഹീലിംഗ് തുടങ്ങിയ പല മാർഗങ്ങളുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വരുന്ന ശത്രുവിന് കൂടി അതൊക്കെ ഉണ്ടാവണമല്ലോ. 1000 പശുക്കൾക്കിടയിൽ നിന്നും സ്വന്തം അമ്മ പശുവിനെ പശുക്കിടാവ് കണ്ടുപിടിക്കുന്നത് പോലെ കർമ്മങ്ങൾ തേടി വരിക തന്നെ ചെയ്യും. പൂർണ്ണമായും ഭഗവത് സമർപ്പണം ചെയ്യുക. നമുക്കത് മാത്രമേ വഴിയുള്ളൂ.